ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മുന്നാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഇത് എവിടെയാണെന്നുള്ളത്. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം തന്നെയാണിത്. മലമ്പുഴ ഡാമിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ ഒരു കാഴ്ച തന്നെ കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണൊക്കെ കൺകുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലേ. അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ രാവിലെ 9 മണിക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട്, കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ കുറച്ചൊക്കെ കയ്യിൽ കരുതിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 9 മണിക്ക് പുറപ്പെട്ടു. ഒരു 1:30 ഒക്കെ ടൈമിലാണ് ഞങ്ങളവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാനും മക്കളും ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളെ കൂടെ ഉള്ളത് നാത്തൂൻ്റെ മോനും അവൻ്റെ വൈഫും കുട്ടികളുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ എവിടെ പോകുമ്പോഴും എൻ്റെ രണ്ടാമത്തെ മോള് ഒരു എക്സ്ട്രാ ചെരുപ്പ് കയ്യിൽ പിടിക്കും കേട്ടോ. കാരണം ചെരുപ്പ് എന്തെങ്കിലും സംഭവിക്കുകയൊക്കെയാണെങ്കിൽ പൊട്ടി എങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ട് അവളുടെ ചെരുപ്പ് വണ്ടിയിൽ എപ്പോഴും കരുതും. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് പാണ്ടിക്കാട് മേലാറ്റൂർ ഭാഗത്ത് കൂടി മണ്ണാർക്കാട് ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് പാണ്ടിക്കാട് വെച്ചിട്ട് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൂരെയൊക്കെ പോവില്ലേ, അപ്പോൾ പെട്രോളൊക്കെ ഫുള്ളാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണാർക്കാട് ടൗണിൽ കൂടിയാണ് കേട്ടോ. മണ്ണാർക്കാട് ടൗണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ചുരം പോലെ, ചുരം തന്നെയാണെന്ന് തോന്നുന്നു, അതൊന്ന് കയറി 2 വളവുണ്ടായിരുന്നു, അത് കയറിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇതിപ്പോൾ കാണുന്നത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു. കാരണം ടൈം 1:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നത് സാധാ ചോറും സാമ്പാറും ഉപ്പേരികളും അങ്ങനെയുള്ള ഫുഡാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ ചുറ്റുപുറം കാണുന്നത് നമ്മുടെ കൂടെയുള്ള ടീം തന്നെയാണ് കേട്ടോ. നാത്തൂൻ്റെ മോൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരൊക്കെയാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. അപ്പം ഞങ്ങൾ വേഗം ഫുഡൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് എത്താറായിട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ഫാൻറ്റസി പാർക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു കൊറോണ ആയതുകൊണ്ട് തന്നെ ഫാൻറ്റസി പാർക്കൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാമല്ലേ. അപ്പോൾ പാർക്കിംഗ് ഉള്ളത് ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മുടെ എൻട്രൻസിൽ എത്താനും വേണ്ടിയിട്ട്.
പിന്നെ കൂടെയുള്ളതൊക്കെ ഞങ്ങളെ കൂടെ ഉള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഈ കൊറോണ കാലമൊക്കെ ആയിട്ട് നല്ല ഒഴിഞ്ഞ് കിടക്കുകയാണ് ഗാർഡനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ. കാരണം ഇപ്പം നട്ടുവെച്ച ടൈമുമാണ്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ കൊറോണയൊക്കെ കാരണം തിരക്ക് കുറവാണ്. അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെയും ഡാമിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് കാണണമെങ്കിൽ ഈ ഒരു ടൈമിൽ വന്നാൽ നല്ല നമുക്ക് തിരക്കും കാര്യങ്ങളൊന്നുമില്ലാതെ കാണാനും പറ്റും. പക്ഷെ നമ്മൾ കൊറോണയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് വേണം കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ സാനിറ്റൈസറൊക്കെ ആക്കിയിട്ട് ഒക്കെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അടിപൊളിയായിട്ടാണ് അവർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗാർഡനൊക്കെ കണ്ടവരുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഇവിടെ മൊത്തമായിട്ട് അവർ കുറേ ദൂരം ഗാർഡനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നടന്ന് കുറേ അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് ഡാം കാണാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കരുതി ആദ്യം ഈ ഗാർഡനൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന്. ഇതാ കണ്ടില്ലേ, അത്രയും ദൂരത്തായിട്ടാണ് ഡാം ഉള്ളത്. അപ്പം അത്രയും നമുക്ക് നടക്കാനുള്ളതാണ്. അപ്പം നല്ല വെയിലുമാണ്. അപ്പം ഞങ്ങൾ വെയിൽ ആറുന്നത് വരെ ഈ ഗാർഡനിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്നല്ല കേട്ടോ, ഇവിടെ മീയൊക്കെ ഇവിടെ എത്തിയ പാടെ ഓടിക്കളി കളിക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് പോരുന്ന വരെയും അവൾക്കുള്ളത് ഓട്ടം തന്നെയായിരുന്നു. ഇവിടെ വന്നത് മുതൽ പോരുന്നത് വരെ അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര എന്താ പറയുക, കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ അകത്തിരുന്നത് കൊണ്ടായിരിക്കാം ഇത്ര വിശാലമായിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ അവൾ അതിൽ നടക്കുകയായിരുന്നില്ല കേട്ടോ, ഓടിക്കളിക്കുകയായിരുന്നു. ഇതാ കണ്ടില്ലേ, അവർ എത്ര ഭംഗിയിലാണ് ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണുന്നത് റെഡ് കളറിലുള്ള റോസാപ്പൂക്കളാണ്. ഇത് കാണുമ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് പോകും, കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് നേരിൽ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഗാർഡൻ മൊത്തത്തിൽ അവർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. കുറേ അങ്ങോട്ട് ഇനിയും കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ വെയിലൊക്കെ ആറുന്നവരെ നമുക്ക് ഈ ഗാർഡനിൽ കൂടെ ഒന്നിങ്ങനെ നടന്ന് കാണാം. അപ്പോൾ അതാ അതിൻ്റെ മുകളിൽ ആകാശത്ത് കൂടി ഒന്ന് നോക്കൂ, റോപ്പ് വേ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് താഴെ നിന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊക്കെ പോകുന്നവർക്ക് കാണുന്ന കാഴ്ചയുടെ ഒരു ഭംഗി ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ കയറണം എന്നൊക്കെ പ്ലാനുണ്ട്, പക്ഷേ കയറാൻ പറ്റുമോ എന്താണെന്നും അറിയില്ല. അപ്പം നമുക്ക് ഗാർഡനൊക്കെ ഒന്ന് ചുറ്റിക്കാണാം അല്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്, ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ല മലകൾ കാണുന്നുണ്ട് കേട്ടോ ആ സൈഡ് ഭാഗത്ത്. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വെറുതെ അല്ല ഈ ഒരു സ്ഥലത്തിന് മലമ്പുഴ എന്ന് പറയുന്നത് കേട്ടോ, കാരണം നിറയെ മലകളാണ്. ഡാമിൻ്റെ മുകളിൽ കൂടി കയറിയാൽ നമുക്ക് ശരിക്കും ആ മലകൾ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മിയ ഈ റോപ്പ് വേ അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അവൾ ആകെ എന്താ എക്സൈറ്റഡ് ആയിട്ടുണ്ട്, എന്താ അത് സംഭവം എന്ന് കരുതിയിട്ടുണ്ട്. അവൾ ആദ്യമായിട്ട് കാണുകയാണിത്. അപ്പോൾ അതിൽ നിന്നൊരു ചേച്ചി അവൾക്കൊരു ടാറ്റ കൂടി കൊടുത്തപ്പോൾ അവൾക്ക് പിന്നെ അതിൽ കയറണം എന്നുള്ളൊരു വാശിയായിട്ടോ. അവളിതാ അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങളെ കൂടെ പോരുന്നൊന്നുമില്ല. പിന്നെ നിർബന്ധിച്ച് വിളിച്ചപ്പോഴാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടി തന്നെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇതാ നടന്നു പോകുന്ന വഴിക്ക് ഇതാ ഇത് കണ്ടപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതിനെ ചുറ്റി വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്യൂരിറ്റി വന്നിട്ട് എല്ലാ കുട്ടികളോടും ഇറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ, നട്ടുച്ച സമയമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് തണലിലൊന്ന് ഇരിക്കാമെന്ന് കരുതിയിട്ട് പോവുകയാണ്. അപ്പോൾ തണലത്ത് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. ഞങ്ങളെ ഇരുന്നുള്ളൂ കേട്ടോ. അതാ ഇവൾ കണ്ടില്ലേ, ഇവൾക്ക് ഇരിക്കാനൊന്നും നേരമില്ല, അവൾക്ക് കളിക്കാനുള്ള ടൈമാണ്. അപ്പോൾ കുറച്ചൊരു തണൽ നല്ലൊരു മരമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല കളിയിലാണ്, അവർ കളിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ.
ഞങ്ങളെ കൂടെ വന്നിട്ടുള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരുത്തൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നടക്കുകയാണ്. ഞങ്ങൾ പിന്നെ പോകുന്നത് ഡാം ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ വെയിലൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോവുകയാണ്. വെയിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ട് ഒരു കടയുണ്ട് കേട്ടോ. ഐസ്ക്രീമുകളും ജ്യൂസുകളൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആ ഒരു കടയിൽ നിന്ന് എല്ലാവരും കൂടി ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പിന്നെ നടത്തം തുടങ്ങിയത്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ കാണുന്നത് വലിയൊരു തൂക്കുപാലമാണ് കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു തൂക്കുപാലം കടന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല പേടിയുണ്ട്, കാരണം നന്നായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങളെല്ലാവരും കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ ഇതാ ഇവൾക്കാണ് വലിയ പേടി. ഇവിടെ ഈ സ്പീഡിലൊന്നും അല്ല കേട്ടോ പോകുന്നത്, അരിച്ചരിച്ച് പോവുകയാണ് പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ അവളിപ്പോൾ ഇന്ന് അവിടെ എത്തൂല. അവളെ മാത്രം കുറ്റം പറയണ്ട കേട്ടോ, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാനും ഇതുപോലെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ ഇതിലിങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ബോട്ടിങ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ഇനി അത് ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതും കൂടി കണ്ടപ്പോൾ നമ്മുടെ മിയമോൾക്ക് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. കാരണം അവൾക്ക് ഈ വെള്ളം, അതായത് പുഴ, കടൽ, അങ്ങനെയൊക്കെ എന്ത് കണ്ടാലും അവൾക്കത് വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാമെന്നും പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ആൾ. അപ്പോൾ ഞങ്ങൾ ഇനി, കാരണം ബോട്ടിങ്ങിൻ്റെ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് ദൂരെ ആണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഓരോ ബോട്ടിങ് കഴിഞ്ഞും മടങ്ങി വരുമ്പോൾ നമ്മൾ ജാക്കറ്റ് ഊരുന്നതോട് കൂടി തന്നെ അതിനായിട്ട് ഒരാൾ ഇതുപോലെ ജാക്കറ്റിൽ ഫുള്ളായിട്ട് സാനിറ്റൈസർ സ്പ്രേ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്കത് വീണ്ടും ഇടാൻ നല്ല ധൈര്യത്തോടു കൂടി തന്നെ ഇടും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇനി ടിക്കറ്റൊക്കെ ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് പോവാനുള്ള പ്ലാൻ തന്നെയാണ്. നമ്മൾ സ്പീഡ് ബോട്ടാണ് കേട്ടോ എടുക്കുന്നത്, കാരണം മറ്റേ ബോട്ടാകുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചവിട്ടാനും കൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ സ്പീഡ് ബോട്ട് എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ എല്ലാവരും ജാക്കറ്റൊക്കെ ഒന്ന് ഇടട്ടെ. അപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ മിയക്കും ജാക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവൾക്കും ഒരു ജാക്കറ്റ് ഇട്ട് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അവൾക്ക് ഇതുപോലെ ഇങ്ങനെ ചാടിപ്പോരാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു കുട്ടികൾക്ക് ജാക്കറ്റ് ആവശ്യമില്ല, കുട്ടികൾക്ക് വേണ്ടാന്ന്. അപ്പോൾ ഞങ്ങൾ ഇനി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കയറാൻ പോകും.
അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറുന്ന നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എന്നാൽ നല്ല പേടിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറുന്നു ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ട് കുലുങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് അപ്പോൾ നമുക്ക് പുറപ്പെടാം അല്ലേ. നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടോ. എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തിരക്കിലാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തതെന്ന് പറയാം. നമുക്ക് 20 മിനിറ്റാണ് ബോട്ടിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ടൈം. 480 രൂപയാണ് കേട്ടോ ചാർജ്. അപ്പം ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കയറുകയാണ്. ഞങ്ങളെ കൂടെയുള്ള ടീം ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി അവർ കൂടി വന്നിട്ട് വേണം നമുക്ക് ഡാം ലക്ഷ്യമാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഡാമിലേക്ക് ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് നല്ലൊരു കാലാവസ്ഥയായി. അപ്പം ഞങ്ങൾ ഇനി മേലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതാ മിയ വീണ്ടും റോപ്പ് വേ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവൾക്കത് കാണണം തന്നെ അവൾ പറയുന്നത്. പക്ഷേ ഇനി നമ്മൾ ഡാമൊക്കെ നടന്ന് കണ്ടിട്ട് അവിടെ എത്തുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇനി നമ്മൾ ഡാമിലേക്കാണ് പോകുന്നത്. ഡാമിലേക്ക് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതെല്ലാം നിങ്ങളെ കാണിക്കും വേണം, എന്നാൽ ഏതേത് ഒഴിവാക്കാനും വയ്യ. അങ്ങനൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വീഡിയോ ലെങ്ത്തായി പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് സ്പീഡാക്കിയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലുള്ള വ്ളോഗ്സും റെസിപ്പീസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ അതാ നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തിട്ടോ. ഇതുപോലുള്ളൊരു ചെറിയ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡാമാണ് കേട്ടോ. അപ്പോൾ ഡാമിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എത്ര വിശാലമായിട്ടാണ് നമ്മുടെ ഡാമുള്ളതില്ലേ. നല്ലൊരു കാറ്റും മലകളും കുന്നുമൊക്കെ ആയിട്ട് അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു ഡാം കാണാൻ വേണ്ടിയിട്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്.
അപ്പോൾ ഡാമിൻ്റെ രണ്ട് ഭാഗത്തും നല്ല കാഴ്ചകളാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമ്മുടെ ഡാമിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളമാണ്. നല്ല മനോഹരമായിട്ടാണ് അത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ടുള്ള ആ ഒരു തടാകവും കാണാൻ പറ്റും. അതുപോലെ തന്നെ റോപ്പ് വേ നല്ല ഭംഗിയിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ റോപ്പ് വേ പോകുന്നത് ഈ ഒരു വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ തടാകത്തിൻ്റെയും കാടിൻ്റെയും ഗാർഡൻ്റെ ഒക്കെ മുകളിൽ കൂടെയാണ്. ആ ഒരു കാഴ്ച നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ വേഗം ഡാമൊക്കെ ഒന്ന് കണ്ടിട്ട് വേഗം നമ്മൾ അത് ലക്ഷ്യമാക്കിയിട്ട് പോവാമെന്ന് കരുതി. പക്ഷേ ഡാമൊക്കെ നടന്ന് കണ്ടപ്പോഴേക്കും ഒരുപാട് നേരമായി. കാരണം അത്രയും കാണാനുണ്ട് കേട്ടോ. ഇവിടെ താഴെ നിന്ന് നോക്കിയാലും ഡാമിലേക്ക് നോക്കിയാലും അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നടന്ന് കണ്ടപ്പോഴേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങി. കണ്ടില്ലേ, നമ്മുടെ ഗാർഡനിലൊക്കെ ലൈറ്റ് ഇട്ടു. ഇത് ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ നടന്ന് പോന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതിലേറെ ഭംഗിയായിട്ടാണ് അതിൻ്റെ മുകളിലുള്ള മലകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, എന്നാലും നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഗാർഡന് ഈ ലൈറ്റുകളൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ടപ്പോൾ ഞങ്ങൾ പിന്നെ റോപ്പ് വേ ലക്ഷ്യമാക്കിയിട്ട് വേഗം പോവാമെന്ന് കരുതിയിട്ട് നടന്ന് പോവുകയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റോപ്പ് വേയിൽ കയറിയപ്പോഴേക്കും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇരുട്ടല്ലേ, ലൈറ്റുകൾ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ അടിയിലുള്ള കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനൊരു ക്ഷമ ആദ്യം തന്നെ ചോദിക്കുകയാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ. ഇതാ കണ്ടില്ല, സൈഡ് ഭാഗത്തുള്ള കാഴ്ചകൾ നല്ല ലൈറ്റുകളും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റോപ്പ് വേൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വൈകി, കാരണം നല്ല ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, കാരണം വേഗം പോയിട്ട് കയറാൻ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഗാർഡനിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്താൽ പിന്നെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് കയറാനൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ റോപ്പ് വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് ചാടി കയറി ഇരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി അവർ അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നമ്മളെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പോവും. പിന്നെ കാണുന്നത് നമ്മുടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിൽ അതൊന്നും കിട്ടിയിട്ടില്ല. ഇതുപോലുള്ള ലൈറ്റുകൾ മാത്രം കാണാൻ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് കാണാൻ പറ്റും കേട്ടോ, നമ്മൾ തടാകത്തിൻ്റെയും അതുപോലെ തന്നെ ഗാർഡൻ്റെയും പുഴയുടെയും വെള്ളത്തിൻ്റെ ഒക്കെ മുകളിൽ കൂടി നമ്മൾ പോകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല. ഇതുപോലെ ഈ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ക്യാമറയിൽ പകർന്ന് വന്നത്. പിന്നെ ഞാൻ കുറേ ഫ്ലാഷൊക്കെ അടിച്ചു നോക്കി, പക്ഷേ അതും ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന വിധമൊക്കെ ലൈറ്റുകളും കാര്യങ്ങളും ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്തു. പിന്നെ ഫോണ് താഴേക്ക് പോയാൽ പിന്നെ പറയാൻ വേണ്ടല്ലോ, ഒഴിവാക്കേണ്ടി വരും. അപ്പം ഞാൻ വല്ലാതെ റിസ്ക് എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. വഴിയിൽ നിന്നും ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ആ വീഡിയോ ഒന്നും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നാമത് ഫോൺ ഓഫായി, പിന്നെ രാത്രിയല്ലേ, പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഇത് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള അടിപൊളി വ്ളോഗ്സും അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.